വെച്ചാൽ ഒരു നമ്മൾ ബന്ധം, അതായത് രണ്ട് സെറ്റുകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നതിന് പറയപ്പെടുന്ന പേരാണ് റിലേഷൻ. രണ്ട് സെറ്റുകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നതിന് പറയപ്പെടുന്ന പേരാണ് എന്ത്? റിലേഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെയാണല്ലോ റിലേഷൻസും അതുപോലെ തന്നെ ഫംഗ്ഷൻസ്. റിലേഷൻസ് എന്താണ്? രണ്ട് സെറ്റുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. സോ അതിനെ പറയപ്പെടുന്ന പേരാണ് എന്ത്? റിലേഷൻ എന്ന് പറയപ്പെടുന്നത്. ഫോർ എ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന സെറ്റും ഉണ്ടെങ്കിൽ രണ്ട് സെറ്റുകളെ ഒരു ബന്ധം കൊണ്ട് എന്തെങ്കിലും കാര്യം പറയും. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു 2x, അതായത് y എന്ന് വെച്ചാൽ എക്സിന്റെ എന്താണ്? എക്സിന് ഓരോന്നിട്ട് കൊടുക്കുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. എക്സിന് നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? y എന്ന് വെച്ചാൽ. അങ്ങനെ y ഈക്വൽ ടു 2x എന്ന് പറയപ്പെടുന്ന ഈ വാല്യൂ ആ റിലേഷൻ വെച്ചുകൊണ്ട് എയും ബിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സെറ്റ് ചെയ്തു റിലേഷൻ ആർ ഫ്രം എ ടു ബി. എയും ബിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിലേറ്റഡ് ചെയ്യുന്നു. സോ അതിനെ പറയപ്പെടുന്ന പേരാണ് എന്ത്? റിലേഷൻ എന്ന് പറയപ്പെടുന്നത്. നമുക്ക് പഠിക്കാൻ അടുത്തൊരു കാര്യമാണ് ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ. എന്തോ ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മൾ റിലേഷനകത്തോ ഒരു ഫംഗ്ഷനകത്തോ ഒരു ഫംഗ്ഷനകത്തോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ്, റിലേഷനകത്തോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനകത്തോ എന്തായിക്കോട്ടെ, അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനെ പറയപ്പെടുന്ന പേരാണ് ഡൊമൈൻ. ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനെ പറയുന്ന പേരാണ് ഡൊമൈൻ. ഇട്ട് കൊടുക്കുന്ന ഉത്തരത്തിനെ പറയുന്ന പേരാണ് എന്ത്? റേഞ്ച്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു റിലേഷൻ ആയിക്കോട്ടെ ഫംഗ്ഷൻ ആയിക്കോട്ടെ എന്താണെങ്കിലും അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കും. ഇപ്പൊ ഇവിടെ എക്സിന് ഞാൻ 1 കൊടുത്തു. എക്സിന് 1 കൊടുത്താൽ 1 എന്താ? ഡൊമൈനാ. 1 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് കിട്ടണോ? ഉത്തരം 2 കിട്ടും അല്ലെ? 2 × 1 2 എന്ന് കിട്ടും. അപ്പൊ ഈ ഉത്തരം 2 എന്ന് വെച്ചാൽ എന്തുവാ? റേഞ്ച്. അപ്പൊ 1 കൊടുക്കുമ്പോൾ 2 കിട്ടുന്നു. കൊടുക്കുന്നത് ഡൊമൈനും കിട്ടുന്നത് റേഞ്ചുമാണ്. ഓക്കെ. ഇനി ഒരു ഉത്തരം കൊടുക്കാൻ നേരത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് എന്തല്ല? ഡൊമൈൻ അല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ f(x) ഈക്വൽ ടു √x. നമ്മുടെ എക്സിന് ഞാൻ 1 കൊടുത്തു. എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √1 എന്ന് കിട്ടും. ഓക്കെ. ഞാൻ എക്സിന് -1 കൊടുത്തു. എക്സിന് -1 കൊടുത്ത ഉത്തരം എന്താണ്? √-1 is not defined. മാക്സ് എറർ ആണ്. സോ അതുകൊണ്ട് തന്നെ നോട്ട് ഡിഫൈൻ ഡെഫിനിറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഒരു ഇമാജിനറി വാല്യൂ i എന്ന് പറയുന്നുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലാതെ ഡെഫിനിഷൻ ചെയ്തിട്ടില്ല. അപ്പൊ x ഈക്വൽ ടു ഈ -1 എന്ന് പറയപ്പെടുന്ന ഈ ഒരു കാര്യം -1 എന്ന കാര്യം ഇങ്ങനെ കൊടുക്കുന്നു. x ഈക്വൽ ടു -1 √-1 എന്തില്ല? വാല്യൂ ഇല്ല. √-1 എന്തില്ല? വാല്യൂ ഇല്ല. ഓക്കെ ആണല്ലോ. √-1 എന്തില്ല? വാല്യൂ ഇല്ല. അതുകൊണ്ട് -1 എന്തല്ല? ഡൊമൈൻ അല്ല. നമ്മളൊരു വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? ഡൊമൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ കൊടുക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അത് ഡൊമൈൻ അല്ല. ഓക്കെ. അപ്പൊ ഒരു ഫംഗ്ഷനകത്തോ ഒരു റിലേഷനകത്തോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനെ പറയപ്പെടുന്ന പേരാണ് ഡൊമൈൻ. നമുക്ക് കിട്ടുന്ന വാല്യൂസിനെ പറയപ്പെടുന്ന പേരാണ് എന്ത്? റേഞ്ച്. ഇനി ഒരു കാര്യമുണ്ട്, കോഡൊമൈൻ. എന്തോ കോഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷനോ ഫംഗ്ഷനോ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ആരോ ചെന്ന് നിൽക്കുന്ന സെറ്റ് ഏതാണോ അതിനെ പറയുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. ഈ എ ടു ബി, ഈ ബി യെ പറയുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. ഓക്കെ. എന്താണ്? നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനകത്ത് ആരോ ചെന്ന് നിൽക്കുന്ന സെറ്റ് ഏതാണോ അതിനെ പറയപ്പെടുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. ഓക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ. റേഞ്ചിന്റെ കാര്യം, റിലേഷന്റെ കാര്യം മനസ്സിലായി. നമുക്ക് അടുത്ത ഉള്ള കാര്യമാണ് ഫംഗ്ഷൻ. ഫംഗ്ഷനകത്ത് പഠിക്കേണ്ട ഗ്രാഫിനെ കുറിച്ചാണ്. ഗ്രാഫിനെ കുറിച്ച് എന്തോ പഠിക്കേണ്ടത്? ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞിരിക്കണം. ഗ്രാഫിനകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ f(x) ഈക്വൽ ടു x എന്ന് വിളിക്കുന്നത്. f(x) ഈക്വൽ ടു x ഒരു ഫംഗ്ഷൻ അല്ലേ. ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാ? എക്സിന് നമുക്ക് 1 കൊടുക്കാം. അപ്പൊ നമുക്കറിയാം f(x) എന്ന് വെച്ചാൽ എന്തിനാ റെപ്രസെന്റ്? f(x)ന് പകരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് y. f(x) ഈക്വൽ ടു x എന്ന് പറയുന്ന വാല്യൂ അല്ലെ. f(x) നമ്മൾ വിളിക്കുന്ന മറ്റൊരു വാല്യൂ ആണ് y ഈക്വൽ ടു x. y ഈക്വൽ ടു എന്താണ്? x എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ എക്സിന് 1 കൊടുത്താൽ y എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഒരു പെയറായി 1,1. നമ്മൾ ഈ എക്സിന് നമ്മൾ എന്ത് കൊടുത്താൽ 2 കൊടുത്താൽ എന്ത് കിട്ടും? 2 കിട്ടും. 2,2 3,3. നമുക്ക് ഇത് വെച്ച് എന്ത് വരയ്ക്കാൻ പറ്റും? ഗ്രാഫിന് വരയ്ക്കാൻ പറ്റും. എങ്ങനെ ഗ്രാഫിന് വരയ്ക്കും? നമുക്ക് നോക്കാം. ഗ്രാഫിന് വരയ്ക്കുന്നത് എങ്ങനെയാണ്? x ആക്സിസ് വരച്ചു, നമ്മൾ y ആക്സിസ് വരച്ചു. നമുക്ക് എന്തിനു വരയ്ക്കാം? പോയിന്റ് കൊടുക്കാം അല്ലെ. 1,1 വരും. ഇവിടെ 1 1 2 3 4. ഇപ്പൊ 1,1 ഇവിടെ വരും. 1 2 3 1,1 ഇവിടെ വന്ന് 2,2 വന്ന് 3,3 വന്നു. അതായത് നമ്മുടെ ലൈൻ എന്ന് പറയുന്ന സാധനം എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒറിജിനിൽ കൂടെ മുകളിലേക്കും എങ്ങോട്ടും വരും? താഴോട്ടും വരും. ഈ ഒരു രൂപത്തിൽ വരുന്ന സാധനമാണ് f(x) ഈക്വൽ ടു x എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്താണ്? f(x) ഈക്വൽ ടു x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരച്ചു കണ്ടോ? ഇനി ഒരു ഗ്രാഫിൽ നിന്നും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ചോദിക്കും. ഗ്രാഫിൽ നിന്നും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ചോദിക്കും. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗ്രാഫിനകത്തെ x ആക്സിസിലെ വാല്യൂസിനെ പറയുന്ന പേരാണ് ഡൊമൈൻ. ഗ്രാഫിൽ x ആക്സിസിലെ വാല്യൂസിനെ പറയുന്ന പേരാണ് ഡൊമൈൻ. y ആക്സിസിലെ വാല്യൂസിനെ പറയുന്ന പേരാണ് റേഞ്ച്.
പഠിച്ചോണേ. ഗ്രാഫിനകത്ത് എക്സ് ആക്സിസിലെ വാല്യൂസിനെ പറയുന്ന പേരാണ് വൈ ആക്സിസ്. എക്സ് ആക്സിസിലെ വാല്യൂസിനെ പറയുന്ന പേര് ഡൊമൈനും വൈ ആക്സിസിലെ വാല്യൂസിനെ പറയുന്ന പേര് റേഞ്ചുമാണ്. ഒന്നാമത്തെ പ്രോബ്ലം. ഇത് ഒരു വർഷം ചോദിച്ച പ്രോബ്ലമാണ്, എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 4 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ 4 ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേരുംപടി ചേർക്കണം. മാച്ച് ദ ഫോളോയിങ്. പണ്ട് കുറച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ഇവിടെ ഉണ്ട്. മാത്തമാറ്റിക്സിലും മാച്ച് ദ ഫോളോയിങ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്നത്? ഓരോ ഗ്രാഫിനും കറക്റ്റ് ആയിട്ട് വരുന്നത് പഠിച്ചു വെക്കണം. അപ്പൊ അത് ഗ്രാഫ് ഏതാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ f of x ഈക്വൽ ടു എക്സിന്റെ ഒരു ഗ്രാഫ് വരച്ചു അല്ലേ? അപ്പുറത്ത് വരച്ചു വെച്ചാൽ ഓർമ്മയുണ്ടോ? ഇല്ല, f of x എക്സിന്റെ ഗ്രാഫ് തന്നെ അതേകാലത്തിന്റെ ഗ്രാഫ്. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോക്കിയേ. അപ്പൊ ഈ ഗ്രാഫ് എന്തിന്റെയാ? f of x എക്സിന്റെ അല്ലേ? അതിന്റെ നേരെ നടപ്പുണ്ട്. f of x ഈക്വൽ ടു എക്സ് ഒരെണ്ണത്തിന്റെ ആയി. ഇനി ഈ പോയ ഗ്രാഫ് ഉണ്ടോ? നമ്മൾ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ പോയ ഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ പോകും. ഈ ഗ്രാഫ് എന്തിന്റെയാന്ന് അറിയാവോ? എക്സ് ക്യൂബിന്റെ ഗ്രാഫാണ്. എന്തിന്റെ ഗ്രാഫാണ്? എക്സ് ക്യൂബിന്റെ. പഠിച്ചു വെച്ചോളെ. അതെ, രണ്ടാമത്തത് f from r to r given by f of x equal to x cube. ഇനി 1/x ഗ്രാഫ് അറിയാമോ? 1/x ഗ്രാഫ് പഠിക്കണേ. 1/x ഗ്രാഫ് മുകളിൽ ഇങ്ങനെ താഴോട്ട് പോകും, ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഇതാണ് ഇതിന്റെ ഗ്രാഫ്, 1/x ഗ്രാഫ്. അതെ, 1/x ഗ്രാഫ് ഇവിടെ നടക്കുന്നത് ലാസ്റ്റ്. ഇതാണ് 1/x ഗ്രാഫ്. ഇതപ്പോ എന്തിന്റെ ഗ്രാഫ് ആയിരിക്കും? എന്തിന്റെ ഗ്രാഫാ? ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷന്റെ ഗ്രാഫാണോ? അല്ല, ഇതിന്റെ ഗ്രാഫാണ്. ഇതിന്റെ ഗ്രാഫാണ്. നോക്ക്, എക്സിന് 0 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ 0യെക്കാട്ടി വലുതാണെങ്കിൽ വൈയുടെ വാല്യൂ എല്ലാം 1. എക്സിന്റെ വാല്യൂ 0യെക്കാട്ടി ചെറുതാണെങ്കിൽ വൈയുടെ വാല്യൂ എല്ലാം എന്ത്? -1. അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഗ്രാഫ്. ഇത് ചേരുമ്പടി ചേർക്കാൻ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. പഠിക്കാത്തവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറന്നുപോകല്ലേ. ചേരുമ്പടി ചേർക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പഠിച്ചേക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യം? f from r to r എങ്ങനെയാണ് ഗിവൺ ചെയ്യുന്ന കാര്യം? ഇക്വേഷൻസ് ഓരോന്ന് നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ് ആണല്ലോ?